കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. അപ്പോൾ ഇന്നിവിടെ പുതുപ്പള്ളിയിലെ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളാണ് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ കമ്മ്യൂണിറ്റി ഹാൾ റിനോവേഷൻ ചെയ്തതിൻ്റെ ഇനാഗ്രേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേക്ക് ബ്രേക്കിൻ്റെ ഉദ്ഘാടനവും നടക്കുന്നുണ്ട്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറെ വിവാദം സൃഷ്ടിച്ച കമ്മ്യൂണിറ്റി ഹാളിൻ്റെ റിനോവേഷൻ നടത്തിയ ശേഷമുള്ള നാമകരണമാണ് ഇന്ന് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷാണ് ഇതിൻ്റെ ഇനാഗ്രേഷൻ നിർവഹിക്കുന്നത്. EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാൾ എന്ന പേരിലായിരിക്കും ഇനി ഇത് അറിയപ്പെടുക. അപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കകം പുതുപ്പള്ളിയിൽ മന്ത്രി എത്തിച്ചേരുന്നതായിരിക്കും. മന്ത്രിയെ വരവേൽക്കാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അകം വളരെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രിയുടെ 12-ഇന കർമ്മ പരിപാടിയിൽപ്പെട്ട ടേക്ക് എ ബ്രേക്ക് വഴിയിടം വിശ്രമ കേന്ദ്രം നമ്മുടെ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ യാതൊരു നിവൃത്തിയില്ലാതിരുന്ന സമയത്താണ് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി ഇങ്ങനെ ഒരു പദ്ധതി പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിനകത്ത് കൊണ്ടുവന്നത്. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ രീതിയിലാണ് ഇതിൻ്റെ പണികളെല്ലാം പൂർത്തിയായിരിക്കുന്നത്. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വരുന്ന യാത്രക്കാരുടെ നാളുകളായിട്ടുള്ള ആവശ്യമായിരുന്നു. ഇവിടെ 2 ബാത്റൂമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുറയിൽ പുരുഷന്മാർക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങൾ, വഴിയിടം വിശ്രമ കേന്ദ്രം പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. അപ്പം മന്ത്രി ആദ്യം ഇവിടെ വന്ന് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയതിന് ശേഷമാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് പോവുക. ഇതാണ് ഇതിൻ്റെ അകവശം. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായിട്ടുള്ള സെപ്പറേറ്റ് 2 ബാത്റൂമുകൾ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും ഈ 2 കെട്ടിടത്തിൻ്റെയും ഉദ്ഘാടന ചടങ്ങുകൾ കാണാം.